ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഏത് ബഡ്ജറ്റ്? ഇല്ല. കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് അതിന് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല. അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളുമില്ല. അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണില്ലേ? അതിനപ്പുറം എന്തോ സ്നേഹമൊന്നുമില്ല. എന്തിനു സ്നേഹം? ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുകയാണ് സുരേഷ് ഗോപി. ഇന്ന് മൂന്നാലടുത്ത പരിപാടിയാണ്. കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കേ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാരനായിരുന്നുമില്ല. വീര സവർക്കർ അതൊക്കെ അവർ പറയും. പിന്നെ അല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്നവർ പറയുമോ? ഇല്ലല്ല. പറയൂ, അങ്ങനെ പറയൂ. അവരുടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്. സുരേഷ് ഗോപി അവിടെ എന്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആവുന്നതിന് മുമ്പ് അവിടെ പ്രചരണം തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ BJP അവിടെ സുരേഷ് ഗോപി മുൻനിർത്തിയുള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ കരുവന്നൂരിൻ്റെ പദയാത്ര സമയത്തൊക്കെ മുതൽ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ അതിന് തുടരുകയാണ്.